നമസ്കാരം. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നമ്മൾ ഇത്തവണത്തെ ഓണം പൊടിക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോൾ ആമുഖമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ദാ എനിക്കൊപ്പം നിറയെ മാർ ഇവാനിയോസിന്റെ ചുടക്കുട്ടികളായ പെൺപിള്ളേർ ഇതാ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവര് മാത്രമല്ല, ഇവരെയൊക്കെ ആവേശത്തിലാക്കാനായിട്ട് ഒരു അതിഥി കൂടി വരുന്നുണ്ട്. അതോടൊപ്പം മാവേലിയും എത്തുന്നുണ്ട് മാർ ഇവാനിയോസിലേക്ക്. ഇത്തവണത്തെ റിപ്പോർട്ടർ ഒന്നൊന്നര ഓണം തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലാണ്. ഇത്തവണ നമ്മൾ ഓർത്തോണം ചിരിച്ചോണം എന്ന ടാഗ് ലൈനും ഇട്ടുകൊണ്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഞാൻ പറയുന്നില്ല, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ആദ്യം പോയി ഞാൻ മാവേലിയെ വിളിക്കട്ടെ. മാവേലിയെ വിളിച്ചിട്ട് നമ്മുടെ അതിഥിയെ കൂടി വിളിക്കട്ടെ. മാവേലി ഇതാ വന്നതാ മാഞ്ചുവട്ടിൽ കാത്തു നിൽക്കുകയാണ്. മാഞ്ചുവട്ടിലെ മാവേലി ആണോ ഇത്തവണ? മാവേലി നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. പാതാളത്തിൽ എല്ലാവർക്കും സൗഖ്യമാ? എല്ലാവർക്കും സുഖം തന്നെ. നമ്മുടെ പ്രജകളെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ മാവേലിയുടെ അനുഗ്രഹത്തോടെയാണ് നമുക്ക് ഇത്തവണ ഓണത്തിന്റെ ആഘോഷത്തിലേക്ക് കടക്കേണ്ടത്. അപ്പൊ ഇനി നമുക്കൊരു അതിഥിയെ കൂടി വിളിക്കാനുണ്ട്. മാവേലി, നമുക്ക് ഈ ഒരു ഓണത്തിന് നമുക്ക് ഇവിടെ ഈ ആഘോഷം കുറച്ചുകൂടി കളറാക്കാൻ ഇവർക്കൊക്കെ കുറെ നമ്മള് കളികളും ഓണപ്പാട്ടും എല്ലാമായി കുറെ ഓണ വിഭവങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. തമ്പുരാനും അതോടൊപ്പം നമ്മുടെ വരാനിരിക്കുന്ന അതിഥിക്കും വേണ്ടി. അപ്പൊ നമുക്ക് അതിഥിയെ വിളിക്കാൻ പോയാലോ? തീർച്ചയായിട്ടും. മുക്കുറ്റിപ്പൂ കമ്മലണിഞ്ഞ് മന്ദാരപ്പൂ ചേലയുടുത്ത് മാവിൻ ചോട്ടിൽ വാ മണിയൂഞ്ഞാലാടാൻ വാ. അതിരാണിപ്പാടം പൂവണി പൂനിലാവ് ചിരിതൂവുന്നു തിരുവാതിര താളം. മാവേലി അതിഥി തമ്മിൽ ഒരു മുൻപരിചയം ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാവേലി ഇത്തവണ ഉണ്ടല്ലോ വരാൻ കുറച്ച് താമസിച്ചു. ഞാൻ ചോദിച്ചോ പറയണേ, മദർഷിപ്പ് വിഴിഞ്ഞത്ത് അടുക്കാൻ ലേറ്റ് ആയി. ഞാൻ വിഴിഞ്ഞം വഴിയാണ് വന്നത്. പാതാളത്തിൽ നിന്നും പത്തനംതിട്ടയിലാണ് പോയത്. അവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് തിരുവനന്തപുരത്താണെന്ന്. എന്തായാലും കപ്പലുകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അപ്പൊ വിഴിഞ്ഞത്ത് കപ്പൽ എടുത്തതിന്റെ കൂടി ഒരു സന്തോഷത്തിലാണ് ഇത്തവണത്തെ ഓണം അല്ലേ? അതെ, ഞങ്ങള് മാവേലിയെ മദർഷിപ്പിനെ ഒരുമിച്ച് വരവേൽക്കുകയാണ് ഇക്കുറി വിഴിഞ്ഞത്ത്. അപ്പൊ അങ്ങനെ മദർഷിപ്പും എടുത്തു, മാവേലി എടുത്തു. അപ്പൊ മാർ ഇവാനിയോസില് നല്ല ഗംഭീര വരവേൽപ്പ് തരാനായിട്ട് നമ്മുടെ ഡോക്ടർ ബീര ജോർജ്, നമ്മുടെ പ്രിൻസിപ്പൽ ഇതാ മാലയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പെണ്ണോണത്തിലേക്ക് സ്വാഗതം. പെണ്ണോണം. അതെ, പെണ്ണോണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം, പ്രത്യേക സന്തോഷം പെണ്ണോണത്തിനായി. അപ്പൊ ഇത് നമ്മുടെ മീനു ജോസ്, ഇവിടുത്തെ ഈ കലാകാരികളെ എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മീനു ആണ്. മീനു ടീച്ചറാണ്. അപ്പൊ മാല ഞാൻ പിടിക്കാം. അപ്പൊ മീനു ടീച്ചർ എങ്ങനെയാ, പിള്ളേരൊക്കെ റെഡിയല്ലേ? പിള്ളേരൊക്കെ അടിപൊളി വൈബിൽ നിൽക്കുകയാണ്. നല്ല വൈബായിരിക്കും. വൈബ് ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും എല്ലായിടത്തും വൈബുണ്ട് നമുക്ക്, ഓഫീസ് മുതൽ കോളേജ് വരെ എല്ലായിടത്തും. പണ്ടേ വൈബുള്ള ആളാണ്. അപ്പൊ നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മള് ഓർത്തോണം തകർത്തോണം ദാ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇനി അങ്ങോട്ട് ഒരു സ്ക്രിപ്റ്റും ഇല്ല. എന്ത് സംഭവിക്കുമെന്ന് എനിക്കും ഒരു പിടിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. പിള്ളേർ റെഡിയല്ലേ? ഡോക്ടർ മീര ജോർജ് ഇവിടെ പ്രിൻസിപ്പലായിട്ട് വന്നതിന് ശേഷം ഇതുപോലെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് വനിതാ ദിനമല്ലാതെ ഇങ്ങനെ ഒരു ആഘോഷം ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ശരിക്കും ആലോചിച്ചിട്ടില്ല. അത് പെണ്ണോണം എന്നുള്ള വാക്ക് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ ആലോചിച്ചത്. ഈ ഒരു പ്രായമൊക്കെ എത്തിക്കഴിയും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഓണമാണ്. അതേസമയം ഒരു പ്രായം കഴിയുമ്പോൾ ഇത് ആണോണവും പെണ്ണോണവുമായിട്ട് മാറുന്നുണ്ടെന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. മാവേലി, ഒരു പാട്ട് വേണ്ടേ? മാവേലി പത്തനംതിട്ട വെച്ചിട്ട് എന്റെ പാട്ട് കുറെ കേട്ടിട്ടുള്ള. ഞങ്ങള് പത്തനംതിട്ടയിലെ എല്ലാ വർഷമുള്ള മാവേലിയാണ്. 3 വർഷം മാവേലി പാട്ട് കേൾക്കുകയാണ്. ഈ മേഘമൽഹാറിലാണോ പാടുന്നത്? അത് തന്നെ. ഞങ്ങളുടെ പത്തനംതിട്ടയുടെ അഭിമാനം മാവേലിയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടുടനെ ആദ്യം അതാ പറഞ്ഞത്. കുഞ്ഞ് ഒരു പക്ഷെ ആദ്യം കണ്ടിട്ടുള്ള മാവേലി ഇദ്ദേഹം തന്നെയായിരിക്കും. അതുകൊണ്ട് മനസ്സിലായി ആദ്യത്തെ മാവേലിയുടെ ഓർമ്മ അദ്ദേഹത്തിന് പോകും തന്നെയായിരിക്കും. മാവേലി ഇവിടെ വന്ന് ഈ പിള്ളേരുടെയൊക്കെ ഒരേ പൊളിയായിരുന്നു. അപ്പോൾ കളക്ടർ ആയിരുന്ന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ വലിയൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, ഒപ്പം സാംസ്കാരിക വകുപ്പ്, അങ്ങനെ പദവികൾ കൂടുമ്പോഴേക്കും തലക്കനം കൂടുന്നുണ്ടോ? എന്ത് തോന്നുന്നു? തല കണ്ടിട്ട് തലയിൽ നര കൂടുന്നുണ്ടെന്നാണ്, അല്ലാതെ കനം കൂടുന്നില്ല. ഞാനിവിടെ പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കുവാണ്. എനിക്ക് ഇത്രയും നരച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സ്ഥാനങ്ങൾ കൂടുമ്പോൾ കൂടുന്നതാണ് ഈ സാധനം എന്ന് എനിക്ക് തോന്നുന്നു. നരിക്കുന്നത് ഒരു ഭംഗിയാ. ഇത്രയും കാലം കറുത്ത മുടിയോടുകൂടി ജീവിച്ചില്ലേ. അപ്പൊ ഇനിയുള്ള സമയം പ്രായത്തിൻ്റെതായി
പ്രായത്തിൻ്റെതായിട്ടുള്ള കുറേ സവിശേഷതകളുണ്ട്. അതെല്ലാം ഇങ്ങനെ പുണർന്നു വേണം ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എങ്ങനെയുണ്ട്? ഒരു കൈയ്യടി കൊടുത്തൂടെ? അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടോ? നമ്മുടെ അതിഥിക്ക് ഒരു ബെറ്റ് വെക്കാൻ പറ്റുന്നേ. നമുക്ക് ജയനന്ദയെ വിളിക്കാം. ദിവ്യ എസ് അയ്യർ വേഴ്സസ് ജയനന്ദ. അപ്പൊ ജയനന്ദ, കമോൺ. ജയനന്ദ ഏത് ക്ലാസ്സിലാ? ഞാൻ BA ജേർണലിസം സെക്കൻഡ് ഇയർ. ഓ, നമ്മുടെ വഴിക്കാണ്. പിൻഗാമിയാണ്. അപ്പൊ പിൻഗാമി പാടൂ. ആർക്കും മെക്കാം പൊക്കാളി നെല്ലിൻ കരിമ്പന, ആർക്കും മെക്കാം പൊക്കാളി നെല്ലിൻ കരിമ്പന, എവിടെ നടും പെണ്ണെ, എവിടെ നടും പെണ്ണെ പൊക്കാളി നെല്ലിൻ കരിമ്പന, എവിടെ നടും പെണ്ണെ, എവിടെ നടും പെണ്ണെ പൊക്കാളി നെല്ലിൻ കരിമ്പന, അപ്പോ അടിപൊളിയായി ജയനന്ദ. ജയനന്ദ എന്തായാലും തകർത്തു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഈ വന്ന വാലിൽ നിൽക്കുകയാണ്. മാവേലി, നമുക്ക് വന്ന കാലിൽ ഇങ്ങനെ നിർത്തിയാ മതി? ഒരിക്കലും പാടില്ല. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. ഈ പിള്ളേർക്കൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കാറില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം ചോദ്യങ്ങളൊക്കെ നേരിടാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മൾ നല്ല മത്സരങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? റെഡിയല്ലേ ടീച്ചർ? റെഡിയല്ലേ? തീർച്ചയായിട്ടും. ടീച്ചറിന് ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ടീച്ചറോട് നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? ഞങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശേഷം സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് എന്ത് പേരിടുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഡോക്ടർ ദിവ്യ എസ് അയ്യർ വന്നു കഴിഞ്ഞാൽ കുറെ കോമഡി ഉണ്ടാവും. അങ്ങനെ ഒരു റോൾ കൂടി ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനും ഇത് ആദ്യമായിട്ട് പറയുക. എൻ്റെ ഭർത്താവ് പരാതി പറയുന്നത് എനിക്ക് ഹ്യൂമർ സെൻസ് വളരെ കുറവാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലെന്ന് ഞാൻ പറയും. കേട്ടോളൂ കേട്ടോളൂ. അതെ, ശബരി എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ തമാശ വരുന്നത് അറിയാതെ വന്നു പോകുന്നതാണോ? കാരണം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആലോചിച്ച് പറയുന്നതായിരിക്കില്ല, പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ചിരിയും തമാശയും രണ്ടാണ്. രണ്ടും എപ്പോഴും ഒന്നാവണമെന്നില്ല. അതെ, ചിരിപ്പിക്കുന്ന തമാശകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലാഘവത്തോടു കൂടി ചില കാര്യങ്ങളെ, ചില സന്ദർഭങ്ങളെ ഒരു നർമ്മബോധത്തോടു കൂടി കാണുക എന്ന് പറയുന്നത് അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു ശൈലിയാണ്. അത്രേ ഉള്ളൂ. അത് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറയുന്നതല്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് തീരുമ്പോഴത്തേക്ക് ഒരു ചിരി അങ്ങ് വരുന്നുണ്ട്. ഇപ്പോഴും വന്നു. ആ ചിരി കൊച്ചുനാൾ മുതലേ ഉള്ളിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏത് അവസരമായാലും ഏത് സാഹചര്യമായാലും പലപ്പോഴും അവസരത്തിൽ അനവസരത്തിലൊക്കെ ആ ചിരി വരാറുണ്ടോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. പക്ഷേ ജീവിതത്തിലെ എല്ലാ നിമിഷവും ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ റാപ്പിഡ് ഫയർ ആണ്, പിള്ളേരുടെ റാപ്പിഡ് ഫയർ വരുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഇപ്പൊ ചെറിയൊരു ടെൻഷൻ ആയോ? ഇല്ല, ശരിയാണ്. ടെൻഷനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിരിക്കുന്നത്, ആ ടെൻഷൻ ഇല്ലാണ്ടാക്കാനായിട്ട്. അപ്പോ ആദ്യത്തെ ചോദ്യം, ഓർത്തോർത്ത് ചിരിക്കുന്ന സ്വന്തം ജീവിതത്തിൽ പറ്റിയിട്ടുള്ള അമളി. സ്വന്തം ജീവിതത്തിൽ പറ്റിയിട്ടുള്ള കല്യാണം പറയരുത്.
അത് കുറച്ച് കട്ടി ചോദ്യമായി പോയി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അതിങ്ങനെ ഓർത്തോർത്തിരുന്ന് ചിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുമ്പോൾ ഞാൻ മാവേലി പറയാം. വർഷത്തിലൊരിക്കലാ വരുന്നത്. മാവേലി തന്റെ പുറകെ ഇരിപ്പുണ്ട്. മാവേലി നേരത്തെ പറയായിരുന്നു മാവേലി പത്തനംതിട്ടയിൽ തപ്പിപ്പോയിന്ന്. പത്തനംതിട്ടയിൽ ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നു അല്ലേ മാവേലി? 3 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ ആ 3 കൊല്ലം ഉണ്ടായിരുന്നപ്പോഴേക്കും കളക്ടർ എന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായോ? ചിരിയേ ഉള്ളായിരുന്നു 3 വർഷം. പത്തനംതിട്ട ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ കുറേ സുഖങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ 2.5 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ മിന്നൽ പ്രളയം വന്നാലും ശബരിമല തീർത്ഥാടനം വന്നാലും ആറന്മുള വള്ളംകളി വന്നാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മാരാമൺ കൺവെൻഷൻ വന്നാലും ഒക്കെ ഇങ്ങനെ ഒരുപാട് എപ്പോഴും അനുഭവങ്ങളും ഓർമ്മകളും ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഞങ്ങളൊരു യാത്ര പോയതാണ് ആ ഒരു 3 വർഷം. അത് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്തിന് വന്നു. തിരുവനന്തപുരത്തിന് വന്നപ്പോഴേക്കും തല നിറച്ചു. വീണ്ടും നമ്മൾ ബാക്ക് ടു സ്റ്റോറി. ഇല്ല, നിങ്ങൾക്ക് അതിന്റെ അറിയാൻ താല്പര്യമുണ്ടോ? അതെ, അറിയാൻ താല്പര്യമുണ്ട്. കാരണം പത്തനംതിട്ടയെ വെച്ച് ഒരു നരയില്ലായിരുന്നു. 2 വർഷം കൊണ്ട് താണ്ട തല നിറച്ച് നരയ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് സത്യമായിട്ട് സംശയമുണ്ട്. ഉണ്ട്. ശരിക്കും അത്രയും പ്രായമുണ്ടോ? എന്നോട് വൈറ്റ് ഡയോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പോൾ അയ്യോ, വൈറ്റ് ഡയോ, സിൽവർ ഡയോ അത് വാങ്ങിച്ചിടുന്നതാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഭസ്മം അമ്പലത്തിൽ നിന്നുള്ള ഭസ്മം എടുത്തിട്ടാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും സംശയങ്ങളും ഇതിനു വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മനസ്സിൽ തോന്നിയിരുന്നോ? മിനി ടീച്ചറിന് തോന്നിയിരുന്നോ? ഒരു ഡിഫറെന്റ് ലുക്ക് ആണല്ലോ എന്ന് തോന്നി. അതായത് നമ്മളൊക്കെ ലുക്കാക്കാൻ വേണ്ടി ആക്കിയതാണോ? അല്ല, അങ്ങനെ തോന്നിയില്ല. ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് 1990 ഒക്ടോബർ 24. 1990 എനിക്ക് കല്യാണം കഴിഞ്ഞില്ല. തല നരച്ചെന്ന് വെച്ച് ഇത്രയും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഞാനൊരു clue തരാം. 1990 എനിക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. പ്ലീസ്. പ്രായം വെളിപ്പെടുത്തി ഡോക്ടർ ദിവ്യ എസ് അയ്യർ 1990 6 കല്യാണം വയസ്സ്. കഴിഞ്ഞു IAS കിട്ടിയ ഇത്രയൊക്കെ വരെ പോയി നമ്മള്. ഒരു 6 വയസ്സുകാരി IAS ആക്കി കളഞ്ഞല്ലോ എന്റെ ടീച്ചറെ. അപ്പൊ 1990 ഒക്ടോബർ 24 എനിക്ക് ആ തീയതി കിട്ടിയതുണ്ടല്ലോ ഒരു നെയിം സ്ലിപ്പിൽ നിന്നാ. മൽഹാറാണ് തന്നത്. ഇപ്പൊ ഓർമ്മ വന്നോ? ഓർമ്മ വന്നു. അപ്പൊ ആ കഥ ഒന്ന് പറയോ? എനിക്ക് ആദ്യമായിട്ട് LKG പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ്ങിന് 1ാം സമ്മാനം ലഭിച്ച, അതിൻ്റെ സമ്മാനം കൈപ്പറ്റിയ ദിവസമായിരുന്നു അത്. അപ്പം അന്ന് സമ്മാനമായിട്ട് ഞങ്ങൾക്ക് തന്ന നല്ലൊരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം ഞാൻ കുഞ്ഞിന്, അവൻ 6 വയസ്സായപ്പോൾ അവനത് കൈമാറി. അത് കൈമാറിയത് മാത്രമല്ല, വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചർ ബുക്കാണത്. അപ്പോൾ നല്ല ഭയങ്കര രസമായിട്ട് കാണാൻ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമൊക്കെയുള്ള ചിത്രങ്ങളുള്ള 2 കൊച്ചു കുട്ടികൾ അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു ചെറുകഥയാണ്. അപ്പോൾ ഒരു ബോർഡ് ബുക്കാണത്. അപ്പോൾ അതിലുള്ള ഈ മരവും ഉദ്യാനവും ഒക്കെ അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മാതൃകയിലുള്ള ഒരു വാൾപേപ്പറാണ് അവൻ്റെ മുറിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് 1990 ഒക്ടോബർ 24. അതെ, ആദ്യമായിട്ട് എനിക്ക് ലഭിച്ച ഒരു സമ്മാനമായിരുന്നു അത്. അപ്പൊ ആദ്യമായിട്ട് ലഭിച്ച ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. അപ്പൊ അന്ന് കിട്ടിയ സമ്മാനം, അത് കഴിഞ്ഞിട്ട് ഈ കഥ പറച്ചിലും കഥ എഴുത്തും ഒക്കെ തുടർന്നില്ലേ? അതെ, അന്ന് മുതൽ തുടങ്ങിയതാണ് എന്ന് തോന്നുന്നു എനിക്ക്. ഈ പറഞ്ഞ 6 വയസ്സിൽ ആദ്യമായിട്ട് വേദിയിൽ കയറുന്നത് ഒരു ഫാൻസി ഡ്രസ് പ്രസന്റേഷൻ മത്സരത്തിനായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് എന്നുള്ള അതേ സമയത്ത് തന്നെ ആയിരുന്നു എല്ലാ മത്സരത്തിനും അന്ന് മുതലേ പങ്കെടുക്കാൻ അമ്മ ഇങ്ങനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ എല്ലാത്തിലും പങ്കെടുക്കും. കലോത്സവക്കാരിയായിരുന്നു. അതെ അതെ അതെ, പൂർണ്ണമായിട്ടും. നമ്മുടെ ഇവിടെ കുറേ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. പറഞ്ഞ 6 വയസ്സിൽ തന്നെ സംഗീതം പഠിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. 6 വയസ്സിന് മുമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവിടെ പോയി ആദ്യം വെറുതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചു തുടങ്ങിയതായിരുന്നു. അതിനുശേഷം പിന്നെ അഭിനയമാണ്.
പഠിച്ചു തുടങ്ങുന്നത്. പാൽക്കുളങ്ങരയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുവഴി ഇങ്ങനെ പഠിക്കാൻ പോകുന്ന, സംഗീതം പഠിക്കാനൊക്കെ ആ വഴി കൂടെ നടന്നു പോയിരുന്നു. അതെ അതെ, അവിടെ തന്നെ താമസം അവിടെ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ജനിച്ചത് മുതൽ ആദ്യത്തെ 10 വർഷം സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് പുറകിലായിരുന്നു. അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 10 വർഷങ്ങൾ അവിടെ താമസിച്ചു. അതിന് ശേഷമാണ് പാൽക്കുളങ്ങരയിലേക്ക് വരുന്നത്. 10ാം വയസ്സ് മുതൽ പിന്നീട് പാൽക്കുളങ്ങരയിലാണ്, വെല്ലൂർ MBBS കിട്ടി പോകുന്നത് വരെ. അപ്പോൾ ആ സമയത്ത് പാൽക്കുളങ്ങരയിലെ ഈ പറഞ്ഞ പോലെ തെരുവുകളിലൂടെ വീഥികളിലൂടെയൊക്കെ പാൽക്കുളങ്ങര ഓർക്കുമ്പോഴത്തേക്ക് ഒരു പാട്ടായാലോ? ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പു കുലയ്ക്കണതാര്, അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കുത്തൊടുവാന, തൂവെളിച്ചം ചാരി വീണ മാമനെ ഞാനൊന്നു കണ്ടേ, ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ, എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാറ്റേ പാരും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. അപ്പൊ സൂപ്പറാക്കി. പാടിയോ? ഇല്ല, വെള്ളി വ്യാഴം വരെ എത്തി. വേറെ ആരെങ്കിലും പാടിയോ? പാടി, ഞാൻ വെള്ളി വീണോന്നാ കേട്ടെ. ആന്റിയും ദേവനന്ദയും അവരുടെ മ്യൂസിക് ബാൻഡുമായിട്ട് റെഡിയാണ്. എനിക്ക് പാടാൻ അറിയാത്തോണ്ട് ഞാൻ ആളെ ഇറക്കി പാടിക്കുകയാണ്. പാട്ട് ആദ്യം മൽഹാർ പാടിയപ്പോ മാനം മഴ കറുത്തു. വന്നത്, മാനം കറുത്തതാണ്. ഞാനൊന്ന് ടെൻഷൻ. ഇപ്പൊ വീണ്ടും ബാക്കി പാട്ടുകളൊക്കെ പാടി വന്നപ്പോഴത്തേക്കും മാനം തെളിഞ്ഞു. Yes. നമുക്ക് വെയിൽ വന്നു. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசுமே நேற்று தேவையில்லை நாளை
இருக்கும் இந்த தயக்கம் இங்கு கொண்டு நிறுத்தும் இதையறியா எங்க கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முந்தளிரே பூக்கள் பூக்கும் தருணம் ஆருயிரை பார்த்ததாரும் இல்லையே. നമ്മുടെ ദേവനന്ദയും ആദ്യയും മീനു ടീച്ചർ ഇറക്കിയത് ആന്യ ആന്യ എങ്ങനെയുണ്ട്? ഗംഭീരായിരുന്നല്ലേ? പഴയ കോളേജ് കാലൊക്കെ ഓർമ്മ വന്നോ? അതെ അതെ. കോളേജിൽ പാട്ടൊക്കെ പാടി അങ്ങനെ കയ്യടിയൊക്കെ തന്ന് അങ്ങനെ ഒരു സെലിബ്രേറ്റഡ് കോളേജ് കാലം ആയിരിക്കുമല്ലോ. അതെ അതെ അപ്പൊ തീർച്ചയായും. എന്തെങ്കിലും crush ഉണ്ടായിരുന്നോ? ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പാടിയിട്ട് ഒത്തിരി ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് ആ സമയത്ത് വസീകരായിരുന്നു. അത് രണ്ടുപേരും ഒന്ന് ഇവർക്ക് വേണ്ടി ഇവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ ഒരു റിട്ടേൺ ഗിഫ്റ്റ് വസീകര രണ്ടുപേരും ഏകദേശം ആ മൂഡിലുള്ളൊരു പാട്ടും കൂടെ അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് അതായിരുന്നു ഓർത്ത്. ഈ പൂക്കും തരണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓർമ്മകളൊക്കെ വരുമല്ലോ. അതാ ഞാൻ ചോദിച്ചത്, കോളേജ് കാലത്തെ ക്രഷ് എന്തെങ്കിലും ഓർമ്മ വന്നോ? ഞാൻ പഠിച്ചത് CMC വെല്ലൂരും കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ഭാഷകളും ഉണ്ടല്ലോ. എല്ലാ ഭാഷകളിൽ നിന്നും എല്ലാ നാട്ടിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പം തമിഴും ഹിന്ദിയും ബംഗാളിയും ഇംഗ്ലീഷും എല്ലാം പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കോളേജില് എനിക്കും വസീകര കൂടെ അതുപോലെ വായിക്കാനായിട്ട് വയലിൻ വായിക്കുന്ന എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു. അപ്പം ഹാരൽഡ് എന്നായിരുന്നു. ഇപ്പൊ US-ലാണ്. അപ്പം ഹാരൽഡ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ്. அடைமழை விழும் மதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்ன வெல்வாய் அது தெரிந்தும் கூட அன்பு மனமதையேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜன்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் நானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே മഴയൊക്കെ മാറി പതുക്കെ വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് കുറച്ച് ഓണക്കളികൾ വേണ്ടേ ടീച്ചറെ? ഓണക്കളികളെല്ലാം സെറ്റ്. വാശിയേറിയ ഉറിയടി മത്സരത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. രണ്ട് ടീമായിട്ട് തിരിഞ്ഞ രണ്ട് ടീമിൽ നിന്ന് രണ്ട് ചുണക്കുട്ടികൾ നിർജ്ജരയും മേഘയുടെ തയ്യാറാണ്. അപ്പൊ നമുക്ക് എടുത്തു തുടങ്ങാം അല്ലേ? അതെ. ഉറിയടിച്ചിട്ടുണ്ട്? കുറച്ച് നാളെ ഉറിയടിച്ചിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ടോ? പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവർ ആര് പൊട്ടിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എത്തുമെന്നൊക്കെ നോക്കുവോ? പൊട്ടിക്കല്ലേ? നിർജ്ജര റെഡിയാണ്. നിർജ്ജരയ്ക്ക് ബാറ്റൺ കൈമാറട്ടെ.
ആദ്യമായിട്ടാണ് ഉറി അടിച്ച് പൊട്ടിക്കുന്നത്? അല്ല, അടിച്ചു പിടിച്ചിട്ടുണ്ട്. സ്ഥിരം മത്സരാർത്ഥിയാണോ? അല്ല അല്ല, അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ നിർജ്ജര വിജയിച്ചിരിക്കുകയാണ്. അടുത്തയാൾക്ക് അവസരം പോലും കൊടുത്തില്ല. അതെ. അടിക്കണമെന്നുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. മാവേലി തമ്പുരാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറെ വിനോദങ്ങളൊക്കെ ഇങ്ങനെ ഏർപ്പെട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അല്ലേ? അപ്പൊ രാവിലെ നമ്മൾ കുറെ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുത്തു. അപ്പൊ വന്നത് എന്തായാലും വിഴിഞ്ഞ വഴിയാണ്. ആ വരവ് വെറുതെ ആയില്ല. നമ്മൾ കേട്ട് വന്നപ്പോ തന്നെ ആ മേളം നമ്മളെ അങ്ങ് ഹഠാത് ആകർഷിച്ചു അല്ലേ? അതാന്നു. എന്താണ് തമ്പുരാന് കേട്ടപ്പോ തോന്നിയത്? പാതാളത്തിൽ ഇങ്ങനെയുള്ള നല്ല കൊട്ടുകാരൊക്കെ ഉണ്ടോ? പാതാളത്തേക്ക് ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് ശരിയാവില്ല, വല്ലപ്പോഴും മാവേലി വന്നാലല്ലേ ഓണമുള്ളൂ. അല്ല, അത്രമാത്രം മനോഹരമായിരിക്കുന്നു. അങ്ങനെ അപ്പൊ ഇത് കാളിക കലാക്ഷേത്ര തിരുവല്ലോമലയിൽ നിന്ന് വന്ന് തമ്പുരാന് മുന്നിൽ ഇങ്ങനെ കൊട്ടി തകർക്കാൻ പോവാണ്. ഇതൊക്കെ സാമ്പിൾ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ സുധി? അടിച്ചു പൊളിക്കണം. പെരുക്കല്ലേ? പിന്നെ അല്ല. ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാശിയേറിയ വടംവലി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മാധ്യമ പ്രവർത്തകരും IAS പ്രവർത്തകരും. ഇവിടെ വിജയിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകയായ സുജയ പാർവതിയുടെ ഗ്രൂപ്പാണ്. ഇതിനകത്ത് ഒരു അടിക്കുറിപ്പുണ്ട്. മാധ്യമ പ്രവർത്തക വലിച്ചിട്ടില്ല. ഇവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണ് വലിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു വടംവലി? സാധാരണ ചെയ്യാത്തൊരു പ്രവർത്തനമാണ് ഇപ്പം ചെയ്തത്. ഞങ്ങളോട് അഭിനയിക്കാനായിരുന്നു പറഞ്ഞത്, അവർ ശരിക്കും വലിച്ചു, അതുകൊണ്ടാണ് ജയിച്ചത്. സുജ, ഓണത്തിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും രാവിലെ തൊട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷേ 6 അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാവിലെ ആദ്യം ഓണപ്പൂവ്, അത് രാവിലെ 6 മണിക്ക് എണീറ്റ് ഓണപ്പൂവ് പോയി പറിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ഓണപ്പുടവ, പുതിയ വസ്ത്രം വാങ്ങിക്കുക, ധരിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയാവും, അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 12 മണിയുടെ സമയമാവും. അപ്പോൾ ഓണസദ്യ, അതിനുശേഷം പിന്നെ ഓണക്കളികൾ, പിന്നെ ഓണത്തല്ല്, പിന്നെ ഓണപ്പാട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ. അതിനുശേഷം രാത്രി 9 ആകുമ്പോൾ ഓണനിലാവ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അനുഷ്ഠാനങ്ങൾ ഉണ്ട് ഓണത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വടംവലി എന്നുള്ളത് കൊണ്ടാണ് സുജ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത്. സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഗംഭീര സ്പിരിറ്റ്. ദിവ്യേസ് അയ്യർ IAS നേടി, ഇപ്പോൾ കളക്ടറായി, അത് കഴിഞ്ഞ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ MD കൊണ്ടുവന്ന് വടം വലിപ്പിച്ച. അപ്പൊ വടംവലി മാത്രമല്ല കേട്ടോ, വടംവലിയിൽ പരാജയപ്പെട്ടു എന്ന് കരുതി നിരാശപ്പെടേണ്ട. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മേളമായാലോ? ഓക്കെ,
അങ്ങനെ കൊട്ടിക്കയറി വന്നു, ചിരിച്ചു, നല്ല ഓർമ്മകൾ പങ്കുവെച്ചു അല്ലേ? അതെ, ഹാപ്പി അല്ലേ? ഗംഭീരായി, ഹാപ്പിയായി. എല്ലാ കുട്ടികളുടെയും കൂടെ പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കാൻ വീണ്ടും പഴയ ഓർമ്മകളൊക്കെ ഉണർത്തിയെടുക്കാനുള്ള ഒരു അവസരമായി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓണം അങ്ങനെയാണല്ലോ, ഓർമ്മകളുടെ ഒരു ആഘോഷം കൂടിയാണ്. ഓർത്തോണം ചിരിച്ചോണം എന്നാണ് നമ്മുടെ ടാഗ് ലൈൻ. അതെ, ഓർത്തോണം ചിരിച്ചോണം എല്ലാവരും. അപ്പൊ എന്നും ഓർമ്മയിലുണ്ടാവില്ലേ? ഇതുപോലെ ആയിരിക്കും ഒരു IAS കാരി ഓർത്തോ നിങ്ങള്? ഇല്ല ഒട്ടും ഓർത്തില്ല. സാധാരണ വന്ന് പ്രസംഗിച്ചിട്ടൊക്കെ പോകുന്ന കളക്ടർമാരെയും അതുപോലെ IAS ഓഫീസേഴ്സിനല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എങ്ങനെയാ നിങ്ങൾ മാമിന് ഒരു താങ്ക്സ് കൊടുക്കുന്നത്? നല്ലൊരു കൈയ്യടി കൊടുത്താലോ? അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ യാത്രയാക്കുകയാണ്. അപ്പോൾ മാവേലി ഉണ്ടായിരുന്നു, മാവേലിയുടെ കൂടെ വന്നു, ഇവിടെ പാടി ചിരിച്ചു. ആ ഒരു തരത്തിലുള്ള ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു മേലങ്കി മൊത്തത്തിൽ മാറ്റി വെച്ച ഒരാളായിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണ വെളിച്ചം എല്ലാവരിലും പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം നമ്മൾ തീർത്തു വെച്ചു. ഇനി ബാക്കിയുള്ളത് ഓണനിലാവാണ്. അപ്പോൾ നല്ല ഓണനിലാവിൽ പ്രേക്ഷകർ ഇനി അങ്ങോട്ട് ഓണം ആഘോഷിച്ചോളുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ഓണം.